മണ്ണാർക്കാട് കുരുത്തിച്ചാൽ എന്നൊരു സ്ഥലമുണ്ട്. പക്ഷേ അവിടേക്ക് നമുക്കാർക്കും പ്രവേശനമില്ല. കാരണം ഇത് അങ്ങോട്ടുള്ള പ്രവേശന കവാടമാണ്. ഇപ്പോൾ അവിടെ വ്യക്തമായ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കടന്നാൽ ശിക്ഷിക്കപ്പെടും. അതിന് അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് തന്നെയുണ്ട്. കൂടാതെ ഇതിനപ്പുറത്തുള്ള നാട്ടുകാർ പോലീസിലേക്ക് വിളിച്ച് പറയും, നിങ്ങളെ പോലീസ് വരും, പിടിക്കപ്പെടും. കാരണം പ്രകൃതിയെ നമുക്ക് ആസ്വദിക്കാം, പക്ഷേ നമ്മുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാകരുത്. ഇത് അങ്ങോട്ട് കിടക്കുന്ന കവാടമാണ്. ഇവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കല്ലാതെ ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റുകയില്ല. കടന്നാൽ തീർച്ചയായും പിടിക്കപ്പെടും, തീർച്ചയായും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇനി കുരുത്തിച്ചാൽ കാണണമെങ്കിൽ നമുക്ക് പഴയ യൂട്യൂബ് വീഡിയോകളെ മാത്രമേ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് പശ്ചിമഘട്ടത്തിലെ സൈലന്റ് വാലി മലനിരകളാണ്. ഈ മലനിരകളിൽ നിന്നാണ് കുരുത്തിച്ചാൽ എന്ന സ്ഥലത്ത് വെച്ച് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത്. ആകാശം ഭൂമിയിലേക്ക് പൊഴിക്കുന്ന നീല കണ്ണീർ തുള്ളികൾ പശ്ചിമഘട്ടത്തിലെ ഹൃദയമാണ്. സൈലന്റ് വാലിയുടെ മടിത്തട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴ ഒരു വിസ്മയമാണ്. എത്ര വലിയ പെരുമഴക്കാലത്തും കലക്കമില്ലാതെ പാൽനുര ചിതറും പോലെ ഇളനീർ നിറമുള്ള ഈ ജലം പ്രകൃതിയുടെ സ്വന്തം അമൃത് പോലെ സുതാര്യമാണ്. വെള്ളനൂൽ പോലെ ഒഴുകിപ്പരക്കുന്ന ഓരോ തുള്ളിയിലും കാടിൻ്റെ ഗുണമേന്മയും നിഗൂഢതയും നിശബ്ദതയും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രകൃതി തരുന്ന ആരോഗ്യ പാനീയം. പ്രിയപ്പെട്ടവരെ, പാറക്കെട്ടുകളിൽ തട്ടി തലോടി ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും നുരയും പതയുമായി ഒഴുകി വരുന്ന ഈ ജലദേവതയ്ക്ക് വശ്യമായ ഒരു സൗന്ദര്യമുണ്ട്. ഒപ്പം തന്നെ ആരെയും മയക്കിക്കളയുന്ന അപകടകരമായ ഒരു മൗനവും. പശ്ചിമഘട്ടത്തിലെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ച സൈലന്റ് വാലിയുടെ മടിത്തട്ടിൽ നിന്ന് മതം പൊട്ടി ഇളകി ഉറഞ്ഞു തുള്ളി വരുന്ന കുന്തിപ്പുഴ, അതിൻ്റെ ഉത്ഭവസ്ഥാനമായ കുരുത്തിച്ചാൽ പുറം ലോകം ഇന്നും വളരെ ഭയത്തോടെയാണ് കാണുന്നത്. അടിതെറ്റിയാൽ ആനയും വീഴും. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന ആന അനേകം പാറക്കെട്ടുകളുണ്ട്. അതിലെ ഒരു പാറക്കെട്ടിൽ കുടുങ്ങിയിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫോറസ്റ്റുകാരുടെ മേൽനോട്ടത്തിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി ഈ ആനയുടെ ജഡം കരക്കു കയറ്റുകയുണ്ടായി. ഒന്നുകൂടി പറയട്ടെ, അടിതെറ്റിയാൽ ആനയും വീഴും. പ്രകൃതിയുടെ കരുത്തിനു മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ്. ഒരു ആനയ്ക്കിതാണ് അവസ്ഥയെങ്കിൽ മനുഷ്യൻ്റെ കാര്യമോ? ആനയുടെ ജഡം പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചയാണിത്. ഇത് ഇത്രമാത്രം ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇത്രമാത്രം കാണിക്കാനേ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നുള്ളൂ. ഗജവീരന്മാർക്ക് പോലും കാലിടറുന്ന പ്രകൃതിയുടെ നിഗൂഢമായ പാറക്കെട്ടുകൾ ഒരടി തെറ്റിയാൽ തിരിച്ചുവരവില്ലാത്ത അഗാധതയിലേക്കാണ് ഓരോ ചുഴിയും. പാറക്കെട്ടുകളുടെ അടുക്കുകളിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് 15ഓളം വരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞുപോയത്. ദിവസങ്ങളോളം നീളുന്ന തിരച്ചിലിനൊടുവിൽ മാത്രമാണ് മൃതദേഹങ്ങൾ പോലും കണ്ടെത്താനാവുന്നത്. പുഴയുടെ താളവും പാറക്കെട്ടുകളുടെ സ്വഭാവവും ഒഴുക്കിൻ്റെ സ്പന്ദനവും തങ്ങളുടെ സ്വന്തം ഹൃദയപിടിപ്പ് പോലെ അറിയുന്നവരാണ് ഇവിടുത്തെ നാട്ടുകാർ. പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുന്ന ഇവർക്ക് പുഴ ഒരു താരാട്ടുപാട്ടാണ്. അപരിചിതർക്ക് ഇത് ഒരു മരണക്കുഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇങ്ങോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ്. ഈ സ്ഥലം സന്ദർശിക്കാൻ പഴയകാല വീഡിയോകൾ, യൂട്യൂബ് വീഡിയോകൾ, അതുപോലെയുള്ള വീഡിയോകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ഇത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന പ്രദേശമല്ല, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. ഒരുപക്ഷേ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ആതിരപ്പള്ളി പോലെ, വാകച്ചാൽ പോലെ
ഇവിടെ ഒരു സുരക്ഷാ വലയമൊരുക്കിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് തുറക്കുകയാണെങ്കിൽ കേരളത്തിലെ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ചെന്ന് കാണാൻ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും. അതിന് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനിയിപ്പോൾ ആകെയുള്ള ഏക ആശ്രയം പഴയ യൂട്യൂബ് വീഡിയോകൾ ഇതുപോലെ നമുക്ക് കാണുക എന്നുള്ളത് മാത്രമാണ്. യാതൊരു കാരണവശാലും ഇങ്ങോട്ട് പോകരുത്. വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. 2005 ദുരന്ത നിവാരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടും. യൂട്യൂബിൽ കാണുന്ന വീഡിയോകൾ കണ്ട് നിങ്ങൾക്കും ആസ്വദിക്കാം. ഈ അപൂർവ കാഴ്ചകൾ നിങ്ങളിലെത്തിച്ചത് സഞ്ചാരി ട്രാവൽ OP-യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. ഇത് ഒരു പഴയ വീഡിയോ ആണ്. അത്രയ്ക്ക് ഭയാനകമാണ് ഈ പ്രദേശം. വഴുക്കുന്ന പാറക്കെട്ടുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ കണ്ട ഒരു പ്രത്യേക ഇനം ഒരു ഓന്തൂരിൻ്റെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.